Hello dear students, in this video we study Dirac delta function or unit impulse function. നമ്മുടെ മോഡ്യൂൾ 4 ലാപ്ലാസ് ട്രാൻസ്ഫോമിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. നമ്മൾ ഈ വീഡിയോയിൽ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലംസും ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇൻവോൾവ് ചെയ്ത് വരുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലംസുമാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. The Dirac delta function is denoted as delta of t minus a and is defined as delta of t minus a equal to infinity if t equal to a and equal to 0 if t not equal to a, and integral minus infinity to infinity delta of t minus a dt equal to 1. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഓർ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. Its Laplace transform is defined as L of delta of t minus a equal to e raised to minus as and integral 0 to infinity f of t delta of t minus a dt equal to f of a. Important ആണ് റിസൾട്ട്. integral 0 to infinity f of t delta of t minus a dt equal to f of a. ഓക്കെ, അപ്പം ഈ ത്രീ ഇക്വേഷൻസ് നോക്കി വെച്ചിരിക്കണം. ഈ ടു ഇക്വേഷൻസ് എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ആൻഡ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഡി ടി ഈക്വൽ ടു എഫ് ഓഫ് എ. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടി ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി മൈനസ് 3. ദറ്റ് ഈസ് എൽ ഓഫ് e raised to minus t sin t by t into delta of t minus 3. ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. സിമ്പിളാണ്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി, നമ്മുടെ എഫ് ഓഫ് ടി ആരാണ്? ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടി ഡെൽറ്റ ഓഫ് ടി മൈനസ് 3 ഡി ടി, ഡെൽറ്റ ഓഫ് ടി മൈനസ് 3 ഡി ടി. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഈ റിസൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഡെൽറ്റ ഓഫ് ടി മൈനസ് എന്തിന് ഈക്വൽ ആണ്? എഫ് ഓഫ് എക്ക് ഈക്വൽ ആണ്. നമ്മുടെ ഡെൽറ്റ ഓഫ് ടി മൈനസ് 3 അല്ലാതെ വരുന്ന ഫംഗ്ഷൻസ് എല്ലാമാണ് ഇനി എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ഹിയർ എ ഈക്വൽ ടു 3 ആണ്. ദെൻ എഫ് ഓഫ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് എഫ് ഓഫ് ടി ആരായിരുന്നു? ഇ റൈസ് ടു മൈനസ് എസ് ടി ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടി. ടിക്ക് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. ദെൻ ഇ റൈസ് ടു മൈനസ് 3s ഇ റൈസ് ടു മൈനസ് 3 സൈൻ 3 ബൈ 3. ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് ഇത് രണ്ടിടത്തു നിന്നും കൂടെ ഇ റൈസ് ടു മൈനസ് 3s മൈനസ് 3 സൈൻ 3 ബൈ 3 എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 3 ഔട്ട് സൈഡ് എടുക്കുക. എസ് പ്ലസ് 1 ഇൻറ്റു സൈൻ 3 ബൈ 3. ഈസിയാണ്. എന്ത് ചെയ്യുക? നമ്മൾ ഈ ഫംഗ്ഷനകത്ത് ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു നമ്മുടെ ഈ ഫംഗ്ഷൻ എഴുതുക. അറ്റ് ഏത് പോയിന്റ്? അറ്റ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇ റൈസ് എൽ ഓഫ് കോസ് എച്ച് ടി ഡെൽറ്റ ഓഫ് ടി മൈനസ് 4 ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി കോസ് എച്ച് ടി ഡെൽറ്റ ഓഫ് ടി മൈനസ് 4. This is f of t and a equal to 4. That is equal to എന്ത് കൊടുക്കും? e raised to minus s into 4 cos h 4. അത് എഫ് ഓഫ് ടിയിൽ എയുടെ വാല്യൂ എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും ഡിറാക് ഡെൽറ്റ ഫംഗ്ഷനും ഇൻവോൾവ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ചെയ്യുന്നത്. നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എയും എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എയും അത് വരും. അതിൻ്റെ റിസൾട്ടും കൂടെ അപ്ലൈ ചെയ്യും. നേരത്തെ ഇങ്ങനെയായിരുന്നു പ്രോബ്ലംസ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ,
Question: solve the initial value problem y double dash plus 3y dash plus 2y equal to u of t minus 1 plus delta of t minus 2 comma y of 0 equal to 0 y dash 0 equal to 1. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നു y double dash plus 3y dash plus 2y equal to u of t minus 1 plus delta of t minus 2. Taking Laplace on both sides. Taking Laplace on both sides, we get L of y double dash split ചെയ്തങ്ങ് എഴുതുവാണേ 3 into L of y dash plus 2 into L of y plus equal to L of u of t minus 1 plus L of delta of t minus 2. L of u of t minus 1 plus L of delta of t minus 1. Which implies in the L of y double dash, L of y double dash is s square into L of y minus s into y of 0 minus y dash 0. നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. L of y double dash എന്ന് പറയുന്നത് s square into L of y minus s into y of 0 minus y dash 0 plus 3 into L of y dash എന്തായിരുന്നു s into L of y minus y of 0 plus 2 into L of y equal to L of u of t minus 1. Laplace transform of u of t minus a എന്തായിരുന്നു e raised to minus as by s. So here e raised to minus a is 1. E raised to minus s by s plus L of delta of t minus 2. L of delta of t minus a എന്താ e raised to minus as. Here a is 2. Then e raised to minus 2s. Which implies L of y വരുന്ന കോമൺ എടുക്കാം. s square L of y 3s L of y 2 into L of y. L of y into s square plus 3s plus 2. s square plus 3s plus 2 minus s into y of 0. y of 0 is 0. s into 0 minus y dash 0 is 1 plus 3 into here also y of 0 minus 3 into y of 0 0 equal to e raised to minus s by s plus e raised to minus 2s, which implies L of y into s square plus 3s plus 2 minus 1 the 0 I the 0 I equal to e raised to minus s by s plus e raised to minus 2s, which implies L of y into s square plus 3s plus 2 equal to minus 1 right വരുമ്പോൾ e raised to minus s by s plus e raised to minus 2s plus 1, then which implies L of y equal to എന്ത് ചെയ്യണം ഈ s square plus 3s plus 2 കൊണ്ട് ഓരോ ടൈമിനെ ഡിവൈഡ് ചെയ്യണം. e raised to minus s by s into s square plus 3s plus 2 plus e raised to minus 2s by s square plus 3s plus 2 plus 1 by s square plus 3s plus 2. s square plus 3s plus 2നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അതായത് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 3യും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം വരുന്നത് നോക്കണം. ഏതൊക്കെ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആഡ് ചെയ്യുമ്പോൾ 3യും വരും, 2ഉം 1ഉം. അപ്പോൾ നമുക്കിതിനെ e raised to minus s by s into s plus 1 into s plus 2 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് e raised to minus 2s by s plus 1 into s plus 2 എന്ന് എഴുതാം. പ്ലസ് 1 by s plus 1 into s plus 2. ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? L ഇൻവേഴ്സ് അല്ലേ ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്യണം. ആ സ്റ്റെപ്പും കൂടെ പറഞ്ഞിട്ട് ഓക്കെ ദെൻ y ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? e raised to minus s by s into s plus 1 into s plus 2 plus L inverse of e raised to minus 2s by
s plus 1 into s plus 2 plus L inverse of 1 by s plus 1 into s plus 2. അപ്പം ഇതെല്ലാം ചെയ്യണം. അപ്പം ഇത് ഡിനോമിനേറ്ററിൽ ലീനിയർ ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാർഷ്യൽ ഫ്രാക്ഷൻ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് L inverse of e raised to minus s into 1 by s into s plus 1 into s plus 2. അപ്പം നമുക്ക് e raised 1 by s into s plus 1 into s plus 2നെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാം. 1 by s into s plus 1 into s plus 2 equal to a by s plus b by s plus 1 plus c by s plus 2, which implies 1 equal to LCM എന്ത് വരും? s into s plus 1 into s plus 2. അപ്പം a into ഡിനോമിനേറ്റർ ഇല്ലാത്ത രണ്ടുപേരും എഴുതുക. s plus 1 into s plus 2 plus b into s plus 1 ഇവിടെ ഉണ്ട്, ഇല്ലാത്തത് s s plus 2, s into s plus 2 plus c into s into s plus 1. We have to find a, b, c. For that put നമുക്ക് എന്ത് കൊടുക്കാം? എസ്സിന് 0 എടുത്ത് നോക്കാം. s ഈക്വൽ ടു 0 എടുക്കുമ്പം 1 ഈക്വൽ ടു a ഇൻറ്റു 0 പ്ലസ് 1 1 0 പ്ലസ് 2 2. എസ്സിന് 0 എടുക്കുമ്പോൾ ഇത് 0 ആകും, എസ്സിന് 0 എടുക്കുമ്പോൾ ഈ ടൈം 0 ആകും, വിച്ച് ഇംപ്ലൈസ് a ഈക്വൽ ടു 1/2. നെക്സ്റ്റ് നമുക്ക് എസ്സിന് എന്ത് കൊടുക്കാം? ഇവിടെ എസ്സിന് എന്ത് കൊടുത്താൽ 0 ആകും? -1. അപ്പം നമുക്ക് -1 കൊടുക്കാമല്ലോ. -1 കൊടുക്കുന്നു. ദെൻ 1 ഈക്വൽ ടു ഇത് 0 ആകും, ഇവിടെ -1 കൊടുക്കുമ്പോൾ 0 ആകും. ദെൻ b ഇൻറ്റു -1 ഇൻറ്റു -1 പ്ലസ് 2. -1 പ്ലസ് 2 1 ആയി. അപ്പം വിച്ച് ഇംപ്ലൈസ് b ഈക്വൽ ടു -1. ദെൻ പുട്ട് s ഈക്വൽ ടു ഇവിടെ എന്ത് കൊടുക്കാം? -2 കൊടുക്കുമ്പോൾ 0 ആകും. -2 1 ഈക്വൽ ടു -2 കൊടുക്കുമ്പോൾ ഈ ടൈം 0, ഇതും 0. അപ്പോൾ എന്ത് കിട്ടും? c ഇൻറ്റു -2 ഇൻറ്റു -2 പ്ലസ് 1. -2 പ്ലസ് 1 ഈസ് -1. -, പ്ലസ് 2, which implies c equal to 1/2. Then 1 by s into s plus 1 into s plus 2 equal to 1/2 into 1 by s minus 1 by s plus 1 plus 1/2 into 1 by s plus 2. Then L inverse of e raised to minus s into 1 by s into s plus 1 into s plus 2 equal to L inverse of e raised to minus s into 1 by 2s minus 1 by s plus 1 plus 1/2 into s plus 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? L ഇൻവേഴ്സ് ഓഫ് 1/2 എടുക്കാമല്ലോ. 1/2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് e raised to minus s ഇൻറ്റു 1 by s മൈനസ് L ഇൻവേഴ്സ് ഓഫ് e raised to minus s ഇൻറ്റു 1 by s plus 1 പ്ലസ് 1/2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് e raised to minus s into 1 by s plus 2. Okay, first L inverse of e raised to minus s by s. We know L inverse of e raised to minus as into f of s equal to f of t minus a into u of t minus a. ഇതിൽ നമ്മൾ a ഈക്വൽ ടു എന്താണ്? e raised to minus sൻ്റെ കോഎഫിഷ്യൻറ്റ് 1, f of s ഈക്വൽ ടു 1 by s, then f of t equal to L inverse of f of s, that is equal to L inverse of 1 by s, that is equal to L inverse of 1 by s is 1,
then f of t minus 1, f of t minus a equal to എന്ത് തന്നെ വരും? 1 തന്നെ വരും. then L inverse of e raised to minus s by s equal to f of t minus 1 u of t minus 1. that is equal to f of t minus 1 is 1 into u of t minus 1. ഇത്രയും സ്റ്റെപ്പ് എഴുതാണ്ട് തന്നെ ഇതങ്ങ് എഴുതുക. L inverse of e raised to minus s by s equal to എന്താ വരുന്നത്? f of t minus sൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. f of t minus 1 into u of t minus 1. നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? 1 by s. 1 by sൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്താണ്? 1. അപ്പം f of t L inverse of 1 by s 1 വരും. ആ 1ൽ f of t minus 1 എന്ത് തന്നെ? 1 തന്നെ. ഇത്രയും സ്റ്റെപ്പ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് എല്ലാം സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് അങ്ങ് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് L inverse of e raised to minus s by s plus 1. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതി നോക്കാം. L inverse of e raised to minus s by s plus 1 ആകുമ്പോൾ എന്ത് വരും? f of t minus എന്താണ്? 1 f of t minus 1 into u of t minus 1. അപ്പോൾ f of t ആരാണെന്ന് അറിയണം. f of t എന്ന് പറയുന്നത് ഇവിടെയുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്, L inverse of 1 by s plus 1. L inverse of 1 by s plus a എന്താണ്? L inverse of 1 by s minus a എന്താണ്? e raised to at. അപ്പോൾ മൈനസ് 1 s plus 1. അപ്പോൾ എന്ത് വരും? e raised to minus t. e raised to minus t. അപ്പം f of അപ്പോൾ e raised to മൈനസ് റീപ്ലേസിങ് t by t minus 1 into u of t minus 1. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് L inverse of e raised to minus s by s plus 2. that is equal to f of t minus ഇവിടെയും a1 തന്നെയാണ് u of t minus 1. that is equal to L inverse f of t എന്ന് പറയുന്നത് L inverse of 1 by s plus 2 ആണ്. L inverse of 1 by s plus 2 ആകുമ്പോൾ e raised to minus 2t. that is equal to e raised to minus 2 into t റീപ്ലേസ് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്യണം t minus 1 u of t minus 1. then L inverse of e raised to minus s by s into s plus 1 into s plus 2 equal to എന്തായിരുന്നു? 1 by 2 into L inverse of e raised to minus s by s 1 by 2 into u of t minus 1 minus L inverse of e raised to minus s by s plus 1 e raised to minus t minus 1 into u of t minus 1 plus 1 by 2 into e raised to minus 2 into t minus 1 into u of t minus 1. നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് L inverse of e raised to minus 2s by s plus 1 into s plus 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് s1 by s plus 1 into s plus 2നെ ഫാക്ടറൈസ് ചെയ്യാം. 1 by s plus 1 into s plus 2 equal to a by s plus 1 plus b by s plus 2, which implies 1 equal to cross multiply ചെയ്യുമ്പോൾ a into s plus 2 plus b into s plus 1. put s equal to minus 2. minus 2 എടുക്കുമ്പോൾ ഇത് 0 ആകുമല്ലോ. 1 equal to b into minus 2 plus 1, that is which implies 1 equal to minus b, which implies b equal to minus 1. അടുത്ത കേസിന് എന്ത് കൊടുക്കാം? മൈനസ് 1. മൈനസ് 1 കൊടുക്കുമ്പോൾ 1 equal to a into minus 1 plus 2, which implies 1 equal to a. Therefore 1 by s plus 1 into s plus 2 equal to a by a is 1. 1 by s plus 1 minus 1 by s plus 2. Then L inverse of e raised to minus 2s by s plus 1 into s plus 2 equal to L inverse of e raised to minus 2s into 1 by s plus 1
minus 1 by s plus 2. Bracket open ചെയ്യുമ്പോൾ L inverse of e raised to minus 2s into 1 by s plus 1 minus L inverse of e raised to minus 2s into 1 by s plus 2. അപ്പോൾ L inverse of e raised to minus 2s into 1 by s plus 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? f of t minus 2 e raised to 2s-നകത്ത് minus 2s, അപ്പോൾ f of t minus 2 into u of t minus 1 മൈനസ് ഇതാകുമ്പോൾ f of t minus 2 into u of t minus 2 ആണ്, u of t minus 2 that is equal to 1 by s plus 1 ആണ്. L inverse of 1 by s plus 1 എന്ത് വരും? e raised to minus t വരും. then f of t എന്ന് പറയുന്നത് e raised to minus t ആണ്. f of t is e raised to minus t. then f of t minus 2 എന്ത് വരും? e raised to minus t minus 2 into u of t minus 2 minus L inverse of 1 by s plus 2. L inverse of 1 by s plus 2 എന്താ? e raised to minus 2t. then e raised to minus 2 into t minus 2 into u of t minus 2. L inverse of e raised to minus 2s into 2s by s plus 1 into s plus 2 കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻസറായി, സെക്കൻഡ് ആൻസറായി. തേർഡ് എന്തായിരുന്നു? L inverse of e raised to minus 1 by s plus 1 into s plus 2. അപ്പോൾ ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. 1 by s plus 1 into s plus 2 എന്തായിരുന്നു? L inverse of 1 by s plus 1 into s plus 2 equal to L inverse of 1 by s plus 1 minus L inverse of 1 by s plus 2. L inverse of 1 by s plus 1 into s plus 2നെ നമുക്ക് 1 by s plus 1 into minus 1 by s plus 2 നമ്മൾ നേരത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു. അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു L inverse of 1 by s plus 1 എന്തായിരുന്നു? e raised to minus t minus L inverse of 1 by s plus 2 e raised to minus 2t. ഓക്കെ, ആൻസർ എല്ലാം ആയല്ലോ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. therefore e raised to minus t minus e raised to minus 2t. okay, then നമ്മുടെ ക്വസ്റ്റ്യൻ L inverse of e raised to minus s by s into s plus 1 into s plus 2 plus e raised to minus 2s by s plus 1 into s plus 2 plus 1 by s plus 1 into s plus 2 equal to നമ്മൾ 3 ഇൻവേഴ്സസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇൻവേഴ്സിൻ്റെ വാല്യൂ 1 by 2 into u of t minus 1 minus e raised to minus t minus 1 into u of t minus 1 plus 1 by 2 into e raised to minus 2 into t minus 1 into u of t minus 1. സെക്കൻഡിൻ്റെ വാല്യൂ e raised to minus t minus 2 into u of t minus 2 minus e raised to minus 2 into t minus 2 into u of t minus 2 plus ലാസ്റ്റിലെത്തത് e raised to minus t minus e raised to 2 minus e raised to minus 2t. ഓക്കെ, അതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോൾവ് ദിസ് IVP y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് y ഈക്വൽ ടു u of t minus 1 പ്ലസ് ഡെൽറ്റ ഓഫ് t minus t. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വൈയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ഇത്ര ലെങ്തി ആയത് ഇവിടെ u of t minus 1 ഡെൽറ്റ ഓഫ് t minus 2 എല്ലാം വന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഏതെങ്കിലും ഒന്നുകിൽ u of t minus 1 അല്ലെങ്കിൽ ഡെൽറ്റ ഓഫ് t minus 2 ഒക്കെ വരത്തുള്ളൂ. അപ്പം രണ്ട് സെറ്റും u of t minus 1 യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷനും ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്ത് വരുന്നത്. ഈ രണ്ട് റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ.